എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയ അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ചർച്ചകൾ ലക്കി ഡ്രോ കോൺടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. ഒന്നാം സമ്മാനമായിട്ട് വീട് കൊടുക്കുന്നു, രണ്ടാം സമ്മാനമായിട്ട് മാരുതി ജിമിനി കാർ കൊടുക്കുന്നു, മൂന്നാമത്തെയോ നാലാമത്തെയോ സമ്മാനമായിട്ട് സ്കൂട്ടറോ സ്വർണ്ണ നാണയോ അങ്ങനെയുള്ള കുറേയധികം സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് ആദ്യമായിട്ടൊന്നുമല്ല, ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ നടത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് കൂർഗ് ദേശത്തുള്ള മലയാളിയായിട്ടുള്ള ഒരു കരിമിക്കയാണ് എന്നൊക്കെ പറയപ്പെടുന്നു. അദ്ദേഹവും അങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു പദ്ധതിന്റെ കൂപ്പണ് പോയത് കുറവാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാല് എവിടെ നോക്കിയാലും യൂട്യൂബ് തുറന്നാൽ കാണുന്ന പിന്നെ സമ്മാന പെരുമഴ, ഒരുപാട് വീടും സ്ഥലവും ഒരുപാട് വണ്ടികളും ഒരുപാട് നെൽക്കെടുപ്പെല്ലാം നമ്മൾ കണ്ട്. ഏതായാലും അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. നമ്മളെ കാര്യം നമ്മൾ പറയാം. കാരണം മുമ്പ് നമ്മൾ ചെയ്തത് കടവിൽ കരീം കൂർഗ് എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് എല്ലാവരും നോക്കാം നമ്മൾ എങ്ങനെയാണോ നെൽക്കെടുപ്പ് നടത്തിയത്, നമ്മളെ നെൽക്കെടുപ്പിന്റെ ബോക്സ് എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് നെൽക്കെടുപ്പ് നടത്തലെന്ന് ഇനിയെങ്കിലും എന്താക്കാം. നമ്മളെ അനുകരിക്കുന്നവർ പോയിട്ട് ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് അതുപോലെ നെൽക്കെടുപ്പ് നടത്താം. അത്രേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ നടത്തിയ നെൽക്കെടുപ്പ് തട്ടിപ്പാണെന്ന് ഞാൻ പറയില്ല, ആൾക്കാർ പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്താക്കാറുണ്ട്, നെൽക്കെടുപ്പ് ശ്രദ്ധിക്കുക. വെറും ഒരാള് ഒരു പദ്ധതി ചെയ്തിട്ട് സക്സസ് ആയി നിർത്തുമ്പോൾ എന്താക്കാൻ പാടില്ല. അതേപോലെ തുടങ്ങിയിട്ട് കാശ് പിരിച്ചെടുത്തിട്ട് എങ്ങനെയല്ലോ നെൽക്കെടുപ്പ് നടത്താൻ പാടില്ല. അത് നേരെ ചെയ്യുന്ന ആൾക്കും കൂടി അതിന്റെ ക്ഷീണം ബാധിക്കും, അതിന്റെ ക്ഷീണം ഉണ്ടാവും. നമ്മളിപ്പോ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഒരു ഫാമിലി കടായിട്ട് മുങ്ങിക്കിടന്നിട്ടുള്ള ഒരു ഫാമിലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നെൽക്കെടുപ്പിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യം നമ്മളെ വീട് വെച്ച് ചെയ്ത് അത് സക്സസ് ആയി. ആ പരിചയത്തിന്റെ മുകളിൽ നമുക്ക് കുറച്ച് യൂട്യൂബ് ചാനലിലും ഞങ്ങളെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഫോളോവേഴ്സ് എല്ലാം ഉള്ളതുകൊണ്ട് അവർ നമ്മളെ ഹെൽപ്പാക്കും നടത്തി നമ്മൾ എന്താക്കിയ ഒരു പദ്ധതി തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ആ പദ്ധതി കഴിഞ്ഞ പിന്നെ എന്താക്കി ഇതൊരു ചാകരയായി മൊത്തത്തിൽ. എവിടെ നോക്കിയാലും നെൽക്കെടുപ്പ്. ആർക്കും ജോലി ഇല്ലാത്ത ആൾക്കാരെല്ലാം സ്വന്തം വീട് വെച്ചിട്ട് ടിക്കറ്റ് അടിച്ചിറക്കി എനിക്ക് കടമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അത് പ്രശ്നമില്ല, കടവുള്ളാൾ ചെയ്ത വിഷയമൊന്നുമല്ല. പക്ഷെ ഒരുപാട് ഉടായ്പ ടീം ഇറങ്ങി. അങ്ങനെ നെൽക്കെടുപ്പ് ഒരുപാട് നെൽക്കെടുപ്പെല്ലാം നമുക്കുണ്ട്. അപ്പൊ നമ്മളെ നെൽക്കെടുപ്പ് അങ്ങനെയൊന്നുമല്ല. നമ്മളെ കടവിൽ കരീം കൂർഗ് എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് എല്ലാവർക്കും നോക്കാം നമ്മളെ ഫസ്റ്റ് സീസണിൽ നമ്മൾ എങ്ങനെയാ ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതികൾ? നമ്മുടെ നാട്ടിൽ സഹകരണ വകുപ്പ്, അതേപോലെ തന്നെ സഹകരണ ബാങ്ക്, ഗവൺമെന്റ് ഒക്കെ ആളുകളുടെ കടം കുറയ്ക്കുന്നതിന് വേണ്ടിയും കടം എഴുതി തള്ളാൻ വേണ്ടിയും കടം ആശ്വാസത്തിന് വേണ്ടിയും കുറേയധികം പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ ഒന്നും നടപ്പിലാവാത്ത ഇടത്ത് കരിമിക കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റ്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇത് കേരളത്തിന്റെ തെക്കൻ ദേശങ്ങളിലൊന്നും അത്രയധികം പ്രസിദ്ധി ആർജിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതോ ഒരാൾ ചെയ്ത ഒരു വാർത്ത മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് താനും കേട്ടോ. എന്നാൽ വൈഡായിട്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു രീതി പൊതുവെ ആളുകൾക്കില്ല. എന്നാൽ ഈ കൂർഗ് ബോർഡറിലൊക്കെ കിടക്കുന്ന കുറേയധികം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കടം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയാണ് അവർ അവരുടെ ആസ്തികൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആസ്തി സംരക്ഷണം, ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ആസ്തികൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല, കടം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ഈ ഒരു ഗെയിമിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. ഇതിന്റെ ഒരു ലോജിക്ക് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും നമസ്കാരം. അൽഹംദുലില്ലാ, ഇനി 15 ദിവസമേ ഉള്ളൂ നമ്മുടെ ഈ ബോക്സിൽ ഇട്ട കൂപ്പന് എടുക്കാൻ സമയം. അപ്പൊ 25-ാം തീയതി മെയ് 25-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് നമ്മളെ നെൽക്കെടുപ്പ് നമ്മളെ ലൈവ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഏകദേശം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. കാരണം എന്റെ ഇതിന് 4 ഗ്രൂപ്പേ ആയിട്ടുള്ളൂ. ഇപ്പോൾ 4 ഗ്രൂപ്പിൽ 4000 ആൾക്കാരെ ചേർന്നിട്ടുള്ളൂ. 4000 ആൾക്കാരും 5 എടുത്താളുണ്ട്, 10 എടുത്താളുണ്ട്, 1 എടുത്താളുണ്ട്, 2 എടുത്താളുണ്ട്. അപ്പോ കാരണം ഇനി എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്റെ സമയം തീരെ ശരിയില്ലെന്നോ. കാരണം എന്റെ സമയം ശരിയുണ്ടെങ്കിൽ ഇപ്പോഴേക്ക് ഞാനത് നെൽക്കെടുത്തിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് എന്റെ പാട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ കച്ചവടം ചെയ്തിട്ട് ജീവിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ അതുമില്ല ഇതും ഇല്ലാത്ത മാതിരി ഇല്ല. ഞാൻ ഈ കളത്തിലായതുകൊണ്ട് ആണ് ഈ വീട് വെച്ചിട്ട് ഒന്ന് കളത്തിന് സലാമത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് വെച്ചത്. ഇപ്പൊ നോക്കുമ്പോൾ എന്റെ വീട് ഞാൻ ഫ്രീ ആക്കിയിട്ട് കൊടുക്കേണ്ടി വരുന്നതാണ് ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നില്ലേ. ഏതാ ഇൻഷാ അല്ലാഹ് പടച്ചിറപ്പ് കൈവിടില്ലാത്തതിന്റെ ഉറപ്പുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അത് ഇന്നലെയും നാളെയും തന്നെ കൈ പിടിച്ച് കേട്ടുവന്നതിന്റെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത്, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒന്നും കൂടി ശ്രമിക്കാം, ഓരോ കൂപ്പന് എടുത്ത് എന്നെ സഹായിക്കാം. ഇപ്പൊ ഞാൻ മെയ് 1 മുതൽ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. 2 കൂപ്പൺ എടുത്താൽ 3 കൂപ്പനാണ് കൊടുക്കുന്നത്. നിങ്ങളിൽ കുറേയധികം ആളുകൾ ഈ ഒരു തട്ടിപ്പിന്, ഈ ഒരു ചൂഷണത്തിന് നിലവിലേരെയായിട്ടുണ്ടാവും. ഒന്നും പറയാനില്ല, നിങ്ങളുടെ കാശ് പോയി. സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കടമൊക്കെ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട് ജപ്തിയാവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ മാർഗങ്ങളായിരിക്കും അവലംബിക്കുക? ആദ്യമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങൾ പണം കടമായിട്ട് ചോദിക്കും. ഈ ജപ്തി എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ച് പണം അടച്ച് സാവകാശം നേടുന്നതിന് വേണ്ടി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിലെ മാനേജറോട് ഏതെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് വെച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കുറച്ച് സാവകാശം ചോദിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീടും പറമ്പും വിൽക്കാനായിട്ട് ശ്രമിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്താണ്? വീട് ജപ്തിയായി പോയിക്കോട്ടെ എന്ന് വിചാരിക്കും.
അതിനുശേഷം താമസിക്കാനായിട്ടും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെയുമായിട്ട് പോയി കിടക്കാനായിട്ടും ഒരു ഇടത്തിന് വേണ്ടി ആളുകളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കും. ആ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കാനായിട്ട് ധാരാളം ആളുകൾ വരും. നമ്മൾ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ അവലംബിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു പുവർ മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കാം എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. എന്തിന് നിങ്ങൾ നിങ്ങളുടെ ആസ്തികൾ നഷ്ടപ്പെടുത്തണം? ഈ ചോദ്യമാണ് കൂർഗ് ദേശത്തുള്ള കടമുള്ള, ഒരിക്കൽ ധനവാന്മാരായിരുന്ന, അല്ലെങ്കിൽ കൂപ്പൺ അടിക്കുന്നത് വരെ ധനവാന്മാരായിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെ ധനവാനായിരുന്ന കോടിപതികളായിട്ടുള്ള ഇത്തിരി കടമൊക്കെ ഉള്ള ആളുകൾ നമ്മളോട് ചോദിക്കുന്നത്. അതിനൊരു സാധ്യതയായിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ, നിങ്ങളുടെ കടബാധ്യത ഒരു സാധ്യതയായിട്ട് കണ്ടുകൂടെ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് അവിടെ നിന്ന് മുഴങ്ങി കേൾക്കുന്നത്. അവരുടെ പദ്ധതികൾ വളരെ സിമ്പിളാണ്. അവിടെ കടമുള്ള ആളുകൾക്ക്, നമ്മുടെ നാട്ടിലെ പുവർ മൈൻഡ് സെറ്റ് ഉള്ള നമ്മളെ പോലുള്ള ആളുകളെ പോലെ ആസ്തി ഒന്നും നഷ്ടപ്പെടില്ല. അവരുടെ കളികൾ വേറെയാണ്. അവിടെ അവർ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണ് ആ പദ്ധതി? നിങ്ങൾക്ക് കടമുണ്ട്, ഒരു 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ കടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു തുക കടമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ അതിനൊരു സാധ്യതയായിട്ട് കണക്കിലെടുക്കുകയാണ്. എന്താണ് അവിടുത്തെ അടുത്ത ബിസിനസ്? നിങ്ങളുടെ കയ്യിലുള്ള ഒരു വീടായിരിക്കാം. നിങ്ങളങ്ങ് സർട്ടിഫൈ ചെയ്യുകയാണ്, ഇതിനൊരു 1.5 കോടി രൂപ മൂല്യമുണ്ട്, ഇത് 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്, ഇതിനകത്തെല്ലാം ഭയങ്കര കൂടിയ ഫർണിച്ചറാണ്, ഇതിനൊരു 2 കോടി രൂപ മൂല്യമുണ്ട്. അപ്പോൾ തന്നെ ഒരു 5 ലക്ഷം രൂപയൊക്കെ ആവും എന്നുള്ളതാണ് കരിമിക പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസറെ വിളിക്കുകയാണ്. റമദാൻ മാസം നടത്ത് ഇതൊരു ലോട്ടറി രീതിയിലാണ് കാണുക. മൂപ്പന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോന്റെ ഒരു കോഫി പൗഡറിന്റെ കിറ്റ് എടുക്കുക, അതിൽ കിട്ടുന്ന ഒരു സമ്മാനം അത്ര കണക്കൂട്ടിയാൽ മതി. പിന്നെ നമ്മളെ കോഫി പൗഡറിന്റെ കിറ്റെല്ലാം പോകുന്ന കുറച്ച് കുറവാണ്. യൂട്യൂബേഴ്സിനെല്ലാം കൊണ്ടുവന്നിട്ട് വീഡിയോ ആക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബേഴ്സ് എല്ലാം 5 ലക്ഷമല്ല ചോദിക്കുന്നത്. അപ്പോൾ അത് പറ്റാത്തൊരവസ്ഥ ആയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും എന്താക്കാൻ നമ്മളെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. എന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും സഹായിച്ചതുപോലെ ഈ പ്രാവശ്യം മാനന്തവാടി പനമരത്തുള്ള സുലൈമാനിക്കാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ഈ 5 ലക്ഷം എന്നൊക്കെ പറയുന്നത് നോർമൽ പ്രൊമോഷന്റെ റേറ്റ് അല്ല, ഇതൊരു കമ്മീഷൻ റേറ്റ് ആണ്. ഇമാതിരി ഒരു ഉടായ്പൊക്കെ നടത്തുന്ന സമയത്ത് 5 ലക്ഷമൊക്കെ ഈ വരുന്ന ഇൻഫ്ലുവൻസർ ഉടായ്പകൾ ചോദിക്കും. കാരണം അവർക്കറിയാം ഇത് ഉടായ്പാണ് എന്നുള്ളത്. അങ്ങനെ ഇൻഫ്ലുവൻസറെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഈ 2 കോടി രൂപയ്ക്കുള്ള കൂപ്പൺ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. ഈ 2 കോടി രൂപയ്ക്കുള്ള കൂപ്പൺ 1000ന്റെ കൂപ്പണുകളായിരിക്കാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂപ്പൺ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? ഒരു 10-20 ഇൻഫ്ലുവൻസേഴ്സ് പലയിടത്തു നിന്ന് വരികയാണ്, തെക്ക് നിന്നും വടക്ക് നിന്നും ഒക്കെ കുറേയധികം ആളുകൾ വരികയാണ്. അവർ പറയുകയാണ് ഇങ്ങനെ, ഇപ്പോൾ റീസെൻ്റായിട്ട് കേട്ട വീഡിയോസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, മക്കളെ ഇക്ക ആകെ കഷ്ടത്തിലാണ്, ഇക്കയെ നിങ്ങൾ സഹായിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ പുവർ മൈൻഡ് സെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ധനവാനായിട്ടുള്ള 2500-3000 സ്ക്വയർ ഫീറ്റ് വീടുള്ള, അല്ലെങ്കിൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ നഷ്ടം ബിസിനസ്സിൽ വന്നിട്ടുള്ള ഒരു ഇക്കയെ ഈ നക്കാപ്പിച്ച വരുമാനത്തിൻ്റെ ഇടയിൽ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സഹായിക്കുന്ന എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ മാറാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ ആസ്തികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ അയാളെ സഹായിക്കുന്നത്. ഒരാളുടെ കടബാധ്യതകൾ മാറാൻ വേണ്ടി, അയാളുടെ ഈ ഒരു 5 സെൻറ്റിലോ അല്ലെങ്കിൽ 10 സെൻറ്റിലോ ഉള്ള കിടപ്പാട് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരു 1000-ഓ 2000-ഓ ഒക്കെ ചാരിറ്റി ആയിട്ട് കൊടുക്കാം. പക്ഷേ ഈ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള 3000-4000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സാധ്യതകളുള്ള ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ്, നമ്മൾ പറ്റിക്കപ്പെടുകയാണ്. നമ്മളൊരു സമൂഹ ജീവിയാണ്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് സർവൈവലിന് വേണ്ടി ചില ട്രിക്കുകളൊക്കെ, കുറച്ച് സ്മാർട്ട്നെസ് ഒക്കെ ജീവിതത്തിൽ അവലംബിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിൽ താഴെയുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിൽ മേളിലുള്ള ആളെ സഹായിക്കാൻ അയാളുടെ മേളിലുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ തരപ്പടിക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുണ്ടാവുക. പണ്ടെപ്പോഴോ ബൈബിളിൽ ഏതോ ഒരു ഭാഗത്ത് വായിച്ച ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങളെക്കാളിലും വലിയ ഒരാളുമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെടരുത്, അങ്ങനെ എന്തോ ഒരു സംഭവം. ശരിയാണ്, നിങ്ങളെക്കാളിലും ആസ്തിയുള്ള, നിങ്ങളെക്കാളിലും വലിയ ഒരാളെ നിങ്ങൾ സഹായിക്കാനോട്ടോ അയാളുമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെടാനോട്ടോ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ അങ്ങടേക്ക് പോകും. ആ ഒരു സിമ്പിൾ ലോജിക്കാണ് ഈ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റിൽ വർക്കാവുന്നത്. ഇതിനകത്ത് വേറെ വലിയ കാര്യമായിട്ടുള്ള ചിന്തയോ പരിപാടിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ കടബാധ്യതകളാണോ അവിടെ മാറുന്നത്? അദ്ദേഹത്തിൻ്റെ ആസ്തികൾ ഇരട്ടിയായിട്ട് സംരക്ഷിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ആസ്തികൾ ഇരട്ടിയായിട്ട് അവിടെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ മാറ്റാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ആ ഒരു ലോൺ തുക, അദ്ദേഹത്തിന് ബാങ്കിൽ അടയ്ക്കേണ്ട ആ ഒരു തുക സന്മനസ്സുള്ള ആളുകൾക്ക് സഹായിക്കാനായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെ കടബാധ്യതകൾ മാറ്റുകയല്ല അവരെ പോലുള്ള ആളുകളുടെ ഉദ്ദേശം. ആസ്തി സംരക്ഷണം, ആസ്തി ഇരട്ടിയാക്കൽ എന്നീ പരിപാടികളാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ സർട്ടിഫൈ ചെയ്ത ഒരു മൂല്യത്തിൽ ഒരു വീട് അങ്ങോട്ട് 1000 രൂപയ്ക്ക് ഇടുകയാണെന്ന് പറയുകയാണ്. 10,000 കണക്കിന് ആളുകൾ 1000 രൂപയുടെ കൂപ്പൺ 3, 4, 5 എണ്ണം വെച്ചിട്ട് വാങ്ങുകയാണ്. എന്തൊരട്ടർ ഫൂളിഷ്നെസ് ആണ്!
ഈ പാവപ്പെട്ടവൻ ഈ ഒരിക്കൽ ധനവാനായിരുന്ന അല്ലെങ്കിൽ കൂപ്പൺ അടിക്കുന്നതിന് മുൻപ് വരെ കാശുകാരനായിരുന്ന ബിസിനസ്സിൽ ചെറിയ നഷ്ടമൊക്കെ വന്നിട്ടുള്ള ആ ഒരു പണക്കാരനെ സഹായിക്കാൻ വേണ്ടി പോയി അവസാനം നറുക്കെടുപ്പിൻ്റെ സമയത്ത് എന്തെങ്കിലും അപാകതയുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മറ്റേ റിച്ച് മൈൻഡ് സെറ്റ് ഉണരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ കൂപ്പൺ എടുത്ത ആളുകൾ ചാരിറ്റി ചെയ്തതായിട്ട് അവർ കണക്കിലെടുക്കില്ല. ആക്ച്വലി കൂപ്പൺ എടുത്തിട്ടുള്ള ആളുകൾ ചാരിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസിൽ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റുന്ന സംഗതിയുണ്ട്. ഒരു 10-20 തവണയെങ്കിലും ദേവനാമം ഉരുവിട്ട് ആളുകൾ എന്നെ സഹായിക്കണം എന്നത് പറയും. അത് കഴിഞ്ഞിട്ടാണ് ഈ കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്നത്. ശരിക്കും കംപ്ലീറ്റ് ഉടായ്പാണ് ഈ പറയുന്ന പരിപാടി. കംപ്ലീറ്റ് ഉടായ്പാണ്. പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് ആളുകളോട് സഹായം അഭ്യർത്ഥിക്കുക. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങളുടെ ആസ്തികൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ആസ്തികൾ സംരക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരിടപെടണം എന്ന് പറയുന്നത് ശുദ്ധ തോന്നിയാസാണ്. ആളുകൾക്ക് ഇതിൻ്റെ ഒരു ലോജിക്കൊന്നും കിട്ടത്തില്ല. അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേന് 1000 രൂപയ്ക്ക് വീട് കിട്ടുന്നു, ജിമ്മിന് കാറ് കിട്ടുന്നു. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത്? എന്ത് സുതാര്യതയാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്കുള്ളത്? ഇപ്പം നിങ്ങളൊരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരസ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഗാലറിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇത് ലൈവായിട്ട് റിയലായിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത്. 1000 ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇറക്കാനായിട്ട് കേരളത്തിലുള്ള പല ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സിനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരുടെ തന്നെ കുടുംബത്തിലുള്ള ആളുകൾ അവർക്ക് വേണ്ടപ്പെട്ട ഒരു 10-200 ആളുകളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനൊരു കൂപ്പൺ നറുക്കെടുപ്പൊക്കെ എടുത്ത് നിങ്ങളങ്ങ് പറ്റിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു കൂപ്പണുകൾ എത്ര എണ്ണം വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടും എത്ര കൂപ്പണുകൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവർ ഏതെങ്കിലും ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ തന്നെ റീസെൻ്റ് ആയിട്ട് വന്ന കോൺട്രവേഴ്സി എന്താണ്? ഇപ്പോൾ നടക്കുന്ന വിവാദം എന്താണ്? ഒരു നാസർക്ക് അതും കൂർഗിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കടം ഈ കൂപ്പൺ അടിക്കുന്നതിന് മുന്നേ വരെയോ അല്ലെങ്കിൽ അതിന് 6 മാസങ്ങൾക്ക് മുന്നേ വരെയോ അദ്ദേഹം ധനവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3000 സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചുള്ള ഒരു വീട് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു വീട് ഇങ്ങനെ സമ്മാന പദ്ധതിയിൽ കൂടെ കൊടുക്കുകയാണ്. സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ്. പക്ഷേ എങ്ങനെയാണ് അതൊരു സഹായമാവുന്നത്? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കടമല്ല വീട്ടിൽ കൊടുക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടിൽ സഹായിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ആസ്തിയുടെ എക്സാക്റ്റ് മൂല്യമോ അതിന് മുകളിലോ ഉള്ള മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് നിലനിർത്താൻ വേണ്ടിയുള്ള പദ്ധതികളാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആവിഷ്കരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു സിനിമയിൽ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പദ്ധതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ പദ്ധതികളുടെ ഭാഗമായി മാറും. നിങ്ങൾക്ക് വീടുണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആസ്തി വർദ്ധിപ്പിക്കാനായിട്ടോ കൃത്യമായിട്ടുള്ള പഠനമോ അല്ലെങ്കിൽ ബിസിനസ്സോ പദ്ധതികളോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവന്മാരുടെ ഈ ഒരു കൂപ്പണൊക്കെ വാങ്ങിച്ചിട്ട് അവന്മാരുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുടെ ഭാഗമാവേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന നന്മയൊക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിൽ താഴെയുള്ള നിങ്ങളെക്കാളും സാധ്യതകൾ കുറഞ്ഞ ആളുകളെ സാമ്പത്തികമായിട്ട് സഹായിക്കുക. അത് ഏതൊക്കെ പദ്ധതികളാണ് എന്ന് പറഞ്ഞാലും സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത പദ്ധതികളിൽ അവരുടെ ഭാഗമാകാൻ വേണ്ടി അവരെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ലോജിക്കിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 1 കോടി രൂപയുടെ അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിത ആൾക്ക് അത് നേടിയെടുക്കാനായിട്ടുള്ള വഴികളെ കുറിച്ചിട്ട് അറിയാം. നമ്മളിൽ പല ആളുകൾക്കും അത് നേടിയെടുക്കാനായിട്ടുള്ള വഴികളെ കുറിച്ചിട്ട് അറിയില്ല. അവർക്ക് ആ ഒരു സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ അവരുടെ സൗഹൃദങ്ങളും അവരുടെ കുടുംബവും ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ അവരെ പോലുള്ള ഒരാൾ മൊത്തം കടം കയറി അവരുടെ വീട് മൊത്തം ജപ്തിയായി പോയാലും അവർക്ക് കിടക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടുറങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ നാട്ടിലുള്ള അവരുടെ സൗഹൃദത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 1000 രൂപയുടെ കൂപ്പൺ 1ാം സമ്മാനമായിട്ട് വീട് കിട്ടുന്നു, ജിമ്മിന് കാറ് കിട്ടുന്നു, ഒന്ന് സഹായിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ എടുത്ത് നിങ്ങൾ ചാരിറ്റി ചെയ്തു എന്നുള്ള നിർവൃതിയൊന്നും അടയേണ്ട ആവശ്യമില്ല. അത് ലോജിക്കലി ഒട്ടും കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ആണെന്ന് തോന്നുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇതൊക്കെ കംപ്ലീറ്റ് ഉടായ്പാണ്. നമ്മളുടെ കടം വീട്ടാനായിട്ടുള്ള പദ്ധതികൾ നമ്മൾ സ്വയമായിട്ട് തന്നെ ആവിഷ്കരിക്കണം. നാട്ടിലുള്ള ആളുകളുടെ, അത് പാവപ്പെട്ട ആളുകളുടെ ഒരു ദിവസത്തെ ഒരു വരുമാനമൊക്കെ നമ്മളുടെ കടം വീട്ടാൻ വേണ്ടി വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് മഹാശുദ്ധ തെമ്മാടിത്തരമാണ്. അങ്ങനെയുള്ള പദ്ധതികൾ ഏത് കരിമിക്കയാണ് കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിലും അത് ഉടായ്പാണ്. ആ ഒരു പദ്ധതികളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, അത് ഏതൊക്കെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞാലും അവന്മാരോടൊന്നും യോജിക്കാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മഴ പെയ്യുന്നതുകൊണ്ട് മാത്രം നിർത്തുന്നു. നന്ദി.